ഹലോ ഡിയേഴ്സ്, ഇന്ന് ഫിസിക്സ് സബ്ജക്റ്റിലെ പ്രഷർ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ പ്രഷർ, വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് പ്രഷർ, ദ എഡ്ജസ് ഓഫ് എ നൈഫ് ഈസ് മെയ്ഡ് തിന്നർ, എക്സ്പ്ലെയിൻ ദ റീസൺ. പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഏരിയയിൽ നോർമലി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. ഇവിടെ നോർമലി എന്ന് ഉദ്ദേശിക്കുന്നത് പെർപെൻഡിക്കുലർ എന്ന മീനിങ് ആണ്. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ഒരു ഏരിയയിൽ നോർമലി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ത്രസ്റ്റ്? ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫേസിൽ നോർമലി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പ്രഷർ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താണ് പ്രഷർ? ഒരു യൂണിറ്റ് ഏരിയയിൽ നോർമലി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് പ്രഷർ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇവിടെ എന്താണ്? ഒരു സർഫേസിലാണെന്ന് മാത്രം. ഓക്കെ, അതുപോലെ തന്നെ പ്രഷറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യണത് പി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. ത്രസ്റ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എഫ് ആയിട്ടും ഏരിയനെ ക്യാപിറ്റൽ എ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യണത്. ഇനി പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അപ്പോൾ എന്തായിരിക്കും? ത്രസ്റ്റ് ബൈ ഏരിയ. ത്രസ്റ്റിനെ ക്യാപിറ്റൽ എഫ് ആയിട്ടും ഏരിയനെ ക്യാപിറ്റൽ എ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യണത്. സോ പ്രഷർ പി ഇസ് ഈക്വൽ ടു എഫ് ബൈ എ എന്നാണ് ഇക്വേഷൻ വരിക. പ്രഷറിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ ആണ്. ഒരു പാസ്കൽ എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അത് നന്നായി നോട്ട് ചെയ്ത് വെച്ചോളൂ. പാസ്കൽ എന്ന് പറയുന്നത് എന്താണ്? പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പാസ്കൽ ആണ്. അതുപോലെ 1 പാസ്കൽ എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്, സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പ്രഷർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക, പ്രഷർ കുറയാണ് ചെയ്യുക. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഈ ഒരു ഫിഗറിൽ 3 സ്റ്റോൺസ് തന്നിട്ടുണ്ട്. ഇതിൽ 3 സ്റ്റോൺസും ഗ്രൗണ്ടിനായിട്ട് കോണ്ടാക്റ്റ് വരുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഇതിലേത് സ്റ്റോണിനാണ് ഏറ്റവും കൂടുതൽ പ്രഷർ കൂടുതലുള്ളത് ഏത് സ്റ്റോണിനാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഫസ്റ്റ് സ്റ്റോൺ നോക്കി നോക്ക്. ഇത് ഗ്രൗണ്ടിനായിട്ട് അതിൻ്റെ ഏരിയ നോക്കി നോക്ക്. ഏരിയ കൂടുതലാണ് അല്ലേ? ഗ്രൗണ്ടിനായിട്ട് കോണ്ടാക്റ്റിലിരിക്കുന്ന ഏരിയ കൂടുതലാണ്. രണ്ടാമത്തെ സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഏരിയ കുറച്ചുകൂടി കുറവാണ്. മൂന്നാമത്തെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഏരിയയും നല്ലോണം ചെറുതാണ്. നമുക്ക് തന്നെ അറിയാം, ഈ ഒരു നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു ഇഷ്ടിക എങ്ങാനും ഇങ്ങനെ കുത്തനെ വെക്കുന്ന സമയത്ത് അവിടെ ഏരിയ എന്തായിരിക്കും? ഗ്രൗണ്ടിനായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഏരിയ വളരെ കുറവായിരിക്കും. ഇപ്പം നമ്മൾ പഠിച്ചിരുന്നു, ഏരിയ കൂടുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത്? ഡിക്രീസ് ചെയ്യും, കുറയും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഏരിയ ഇവിടെ ഭയങ്കര കുറവാണ് അല്ലേ? ഏരിയ ഇവിടെ എന്താണ്? കുറയുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, കൂടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ലിക്വിഡ് പ്രഷർ. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ലിക്വിഡ് പ്രഷർ? The normal force exerted by a liquid is called thrust. The thrust that a liquid exerts per unit area is called liquid pressure. ത്രസ്റ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന ഒരു നോർമൽ ഫോഴ്സ്. നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പെർപെൻഡിക്കുലർ, ആ ഒരു മീനിങ് ആണ് വരുന്നത്. അങ്ങനെ ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സിനാണ് എന്തെന്ന് പറയുന്നത്? ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ ത്രസ്റ്റ് ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയനെയാണ് എന്തെന്ന് പറയുന്നത്? ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത്. നേരത്തെ അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ലിക്വിഡ് ആണ് മാത്രമേ ഉള്ളൂ. ലിക്വിഡിൻ്റെ കേസിൽ ലിക്വിഡിൻ്റെ ഡെപ്ത് ഇൻക്രീസ് ചെയ്യണ അനുസരിച്ചിട്ട് പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഡെപ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷറും ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഡെൻസിറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പ്രഷറും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇവിടെ ലിക്വിഡ് പ്രഷറിനെ എഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളും ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡും. ഇവിടെ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം എന്ന് ഉദ്ദേശിക്കുന്നത് ഡെപ്ത് തന്നെയാണ്. താഴോട്ട് പോകും തോറും ഡെപ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്ത് വരും. അതുപോലെ തന്നെയാണ് ഇവിടെ ഹൈറ്റ് ആണെങ്കിലും മുകളിൽ നിന്ന് താഴത്തേക്ക് പോകുമ്പോൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പറയുക. അപ്പോൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്താലും അതുപോലെ തന്നെ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്താലും അവിടെ പ്രഷറും ഇൻക്രീസ് ചെയ്യും. എഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഈസ് യൂസ്ഡ് ടു മെഷർ ലിക്വിഡ് പ്രഷർ? ഈ ലിക്വിഡ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? മാനോമീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 3 ജാർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫിഗറിൽ 3 ജാർ എടുത്തിട്ടുണ്ട്. ഈ 3 ജാറിലും സെയിം ലിക്വിഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. സെയിം ലിക്വിഡ് തന്നെയാണ്. ഇനി ഇവിടെ പ്രഷർ കൂടുതലുള്ളത് ഏത് ജാറിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
പ്രഷറിനെ ഈ ലിക്വിഡ് പ്രഷറിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഹൈറ്റും അതുപോലെ തന്നെ ഡെൻസിറ്റിയാണ്. ഈ 3 ജാറിലും സെയിം ലിക്വിഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഡെൻസിറ്റിക്ക് ഒരു ചേഞ്ചും വരില്ല. പിന്നെ നോക്കേണ്ടത് എന്താണ്? ഹൈറ്റാണ്. ഹൈറ്റ് നോക്കുകയാണെങ്കിലും എന്താണ് 3 ഒരേ ഡെപ്തിലാണ്, ഒരേ ഹൈറ്റിലാണുള്ളത്. സോ ഇവിടെ 3 ജാറിനും ഒരേ പ്രഷറായിരിക്കും, സെയിം പ്രഷറായിരിക്കും. അതുപോലെ നമ്മൾ ഈ ഡാമൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ബേസ് എന്ന് പറയുന്നത് ഭയങ്കര വൈഡായിട്ടാവും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഡെപ്ത് കൂടുമ്പോൾ, ഡെപ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഡാമാണെങ്കിൽ മുകളിലെ ആ മുകളിൽ എന്തായിരിക്കും, വെള്ളത്തിൻ്റെ പ്രഷർ എന്തായിരിക്കും, കുറവായിരിക്കും. പക്ഷേ താഴത്തേക്ക് വരും തോറും എന്താണ്, അവിടെ പ്രഷർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഡാമിൻ്റെ ബേസൊക്കെ എന്ത് ചെയ്തിരിക്കണേ, നല്ല വൈഡായിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കണേ. അതുപോലെ നിങ്ങൾ അക്വേറിയൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ അതിൽ ബബിൾസ്, താഴത്തെ ബബിൾസ് ഭയങ്കര ചെറുതായിരിക്കും. മുകളിൽ വരും തോറും ബബിൾസ് എന്ത് ചെയ്യും, വലുതായിട്ട് വരുന്നത് കാണാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ താഴത്തെ എന്താണ്, ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെ എന്താണ്, പ്രഷർ കൂടുതലാണ്. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന കാരണമാണ് അവിടെ ആ ബബിൾസ് എന്തായിരിക്കണത്, താഴത്തുള്ള ബബിൾസ് ഭയങ്കര ചെറുതായിട്ടും മുകളിലേക്ക് വരുംതോറും പ്രഷർ എന്ത് ചെയ്യും, കുറഞ്ഞു വരും. പ്രഷർ ഡിക്രീസ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ബബിൾസ് എന്ത് ചെയ്യും, വലുതായിട്ട്, കുറച്ചും കൂടി വലുതായിട്ട് അവിടെ ഫോം ചെയ്യും. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഇപ്പോൾ ഈ ജാറിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ലേറ്റസ്റ്റ് ആക്സസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് എക്സാമിന് ചോദിക്കാറ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി നോക്കിയിട്ട് പഠിച്ചിട്ട് പോവാട്ടോ.